12 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇത് തിരുവല്ലയിൽ നിന്നും പുഷ്പഗിരിയിലേക്ക് പോകുന്ന ബൈപ്പാസ് കട്ടിംഗ് പോയിന്റ് ആണ്. പബ്ലിക് സ്റ്റേഡിയം ഇവിടെയാണ്. ഇതിന്റെ സൈഡിലായിട്ട് ഇതാ തിരുവല്ലയുടെ മുനിസിപ്പൽ പാർക്കാണ്. ഞാന് 47 വർഷമായിട്ട് തിരുവല്ലയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആദ്യമായിട്ടായി മുനിസിപ്പൽ പാർക്കിൽ വരുന്നത്. ഒരു കുറ്റസമ്മതമാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ഈ ചൂടത്ത് ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ നല്ല ഒരു സെറ്റപ്പ് ഒക്കെയാണ്. ഇവിടുത്തെ സ്റ്റാഫാണോ? എന്തോ പേര്? സോഫി. എവിടാ വീട്? എവിടാ? ബിസിനസ് ഒക്കെ ഉണ്ടോ ഇവിടെ? അത്യാവശ്യം ഉണ്ട്. ഇത് മുനിസിപ്പാലിറ്റി അല്ലേ നടത്തുന്നത്? ഇവിടുത്തെ റേറ്റ്സ് ഒക്കെ ഇങ്ങനെയാണ്. നമ്മൾ ഈ നഗരത്തിന്റെ മധ്യേ ഈ ചൂട് കാലത്ത് ഇങ്ങനെ മരങ്ങളുടെ ഒക്കെ കീഴിൽ നിൽക്കുമ്പോൾ ഒരു ഓക്സിജനും. അതുകൊണ്ട് തിരുവല്ലയിലുള്ള ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, പ്ലീസ് കം ആൻഡ് എൻജോയ് ദിസ് പാരഡൈസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദിസ് അർബൻ ടൗൺഷിപ്പ്. നല്ല രസമാണ്. ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയായിരുന്നു. നല്ല കൂൾ കാം പ്ലേസ് ആണ്. ആനയുടെ ഇത് യങ്സ്റ്റേഴ്സിനുള്ള ഒരു ചലഞ്ചാണ്. ആ പാലത്തിൽ കൂടെ ഒരു സൈഡിൽ നിന്ന് കയറി ഇപ്പുറത്ത് ഒരു 20-25 മീറ്റർ ഉണ്ട്. ഇവിടെ കയറിയ 2-3 കക്ഷികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? പറഞ്ഞിട്ട് പോവും. നല്ലതായിരുന്നു. എവിടുന്നാ വരുന്നേ? ഇത് പൗക്കര. എന്തോ പഠിക്കും? അങ്ങോട്ട് പോകും. ഞാൻ +2 പഠിക്കുക. അപ്പുറത്ത് ഇപ്പഴ വരെ വന്നോ? വന്നു. അടിപൊളി. ഓക്കെ. അപ്പോൾ അങ്ങനെ നല്ല ഒരു കൂൾ നട്ടുച്ച സമയം 1 മണിയാണ്. ഇപ്പം ഞാൻ ലോക്കൽ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 34 ഡിഗ്രിയാണ്. ഫീൽസ് ലൈക്ക് 40 ഡിഗ്രി എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആ കൊച്ചിനോടെ പിടിച്ചു. ഇവനെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു കൊച്ചു പയ്യൻ വന്ന് ഇവരെ രണ്ടുപേരും എടുത്ത് സീസാവിൽ ഇരുത്താം. അപ്പം വെയിറ്റ് ബാലൻസ് ചെയ്യും. ഇവിടെ അമ്മമാരൊക്കെ കുട്ടികളെ കൊണ്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങളുടെ അനിറ്റ എന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്താണ്. ഇടയാറമ്പള എന്ന് വരികയാണ് മോനെയും കൊണ്ട്. എവിടുന്നാ വരുന്നേ? പുല്ലാട്. മോന്റെ പേരെന്തോ? ഇങ്ങോട്ട് നോക്കടാ. പേരെന്തുവാ? ഋത്തിക്. വെരി ഗുഡ്. അത് കയറി കളിച്ചു. അവിടെ ഒരു കുതിരയുണ്ട്. പോണി എന്നൊക്കെ പറയാവുന്ന ഒരു കുതിര. കുതിരക്ക് ഇങ്ങനെ പച്ച പുല്ലൊക്കെ കൊടുക്കുകയാണ്. എല്ലാവർക്കും ചൂടാ, മനുഷ്യർക്കും മൃഗങ്ങൾക്കും. പക്ഷെ ഇതിനൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട്, അവിടെ എല്ലാം മരങ്ങളുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അവരോടെ കേട്ടാ കേറാ. ഞങ്ങളുടെ നോഹൂടെ കയറുകയാണ് അതിനകത്ത്. വെരി ഗുഡ്. സോ സീസ് അല്ല, ഇത് റൗണ്ട് എന്തോ മെറിഗോ റൗണ്ട് അല്ലേ? സോ തിരുവല്ലക്കാർ വരുക, കടന്നു വരിക. വൈകുന്നേരങ്ങളിലൊക്കെ സമയമുണ്ട്. പകലൊക്കെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ വരാം. പ്രായമുള്ളവർക്ക് 50 രൂപ എൻട്രൻസ് ഫീസേ ഉള്ളു. കയറുക, മണിക്കൂറുകളിലൂടെ ചെലവഴിക്കുക, നല്ല ശുദ്ധമായ ഓക്സിജൻ ഒക്കെ ആസ്വദിക്കുക. അതിന്റെ അപ്പുറത്തൊരു നീന്തൽക്കുളം ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഈയിടെ പറഞ്ഞതാണ്. ഇതാ നമ്മളുടെ 2 +2 വിദ്യാർത്ഥികൾ ഇതാ അതിസാഹസമായ യാത്രയിലാണ്. അത്രയേ ഉള്ളൂ. വെച്ചടി അടിവെച്ച് അവര് മുന്നോട്ടാണ്. എങ്ങനെയുണ്ട്? എന്ത് പറയുന്നു മോളെ? നോക്കിട്ട് ഹൗ ഡു യു ഫീൽ? അടിപൊളിയാണോ അതോ അബദ്ധമായോ? നല്ല ഒരു ഇവിടെ തണുപ്പ്, ചൂട് ഫീൽ ചെയ്യുന്നില്ല. പുറത്ത് 40 ഡിഗ്രി ചൂടാണ് ഇപ്പം ഇന്റർനെറ്റ് പറഞ്ഞത്. അപ്പുറത്ത് നമ്മുടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പക്ഷെ അത് ഫുള്ളി ഫങ്ഷണൽ ഒന്നും അല്ല. പിന്നെ അവിടെയൊക്കെ കുറെ ഗെയിംസിന്റെ ഒക്കെ സെറ്റപ്പ് ഉണ്ട്. ഇതെല്ലാം വൈകുന്നേരങ്ങളിലാണ് പൂർണ്ണമായും ഫങ്ഷണലായിട്ട് തുറന്ന് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. സോ എന്തായാലും തിരുവല്ലയ്ക്ക് ഞാനൊരു
നല്ല ഒരു സ്ഥലമുണ്ട്. സോ ഇതാ പാർക്കിന്റെ അടുത്ത പാർട്ടാണ് ഗെയിംസ്. ഇവിടൊക്കെ കാട് പിടിച്ചൊക്കെയാ കിടക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് അറിയത്തില്ല, ഒക്കെ ഫങ്ഷനിലാണോ എന്നും അറിയത്തില്ല. സോ തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ നല്ലൊരു പ്രൊജക്റ്റാണ്. ഇതെല്ലാ ഗെയിംസും ഒക്കെ ഫങ്ഷനിലാണെങ്കിൽ നല്ല അടിപൊളി ഒരു സെറ്റപ്പ് ആയിരിക്കും. ട്രെയിനും ഒക്കെ പോകുന്നു. സോ അങ്ങനെ നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. അപ്പുറത്ത് സ്വിമ്മിംഗ് പൂള്. കൊച്ചുകുട്ടികളെ കൊണ്ടൊക്കെ വൈകിട്ട് പേരൻസ് വരണം കേട്ടോ. തിരുവല്ലക്കാർ എൻജോയ് ദിസ് സമ്മർ വെക്കേഷൻ അറ്റ് തിരുവല്ല മുനിസിപ്പൽ പാർക്ക്, managed and maintained by Tiruvalla municipality. തിരുവല്ലയിലെ പാർക്കിലേക്ക് വെണ്ണിക്കുളത്തുനിന്ന് വന്നതാണ് നമ്മുടെ രാജേഷ് അല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെയുണ്ട്? ഒന്നും കുഴപ്പമില്ല, നന്നായിട്ട് വരുവാണ്. ഇന്ന് അവധിയാണോ? ഇന്ന് ജോലി? അല്ലല്ല, ഇന്ന് വേറെ അത്യാവശ്യം ആവശ്യം ഉണ്ടായിരുന്നു, അതിലോട്ട് വന്നതാണ്. രാജേഷിന്റെ വൈഫാണ്. എന്തോ പേര്? ശ്രാവണ. ഇത് നമ്മുടെ അനീറ്റയാണ്. അവിടെ ഇരിക്ക്. അല്ല, ഇവരുടെ അടുത്ത് എങ്ങനെയുണ്ട്? അമ്മമാർ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതൊക്കെ ഇടയാറമ്മള ഇന്ന് വരികയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷവും ഈ ഒരു ചെറിയ തണുപ്പ് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ബാലൻസിങ് ആക്ട് ആണ്. ഈക്വൽ ഫോഴ്സസ് അൺഈക്വൽ ഫോഴ്സസ് എന്നൊക്കെയുള്ള ഐസക് ന്യൂട്ടന്റെ മെക്കാനിക്സിന്റെ സംഭവമൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ സാധനമായിരുന്നു. ഈക്വൽ ഫോഴ്സ് ഈക്വൽ വെയിറ്റ് ആകുമ്പോൾ അത് ബാലൻസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സൈഡ് താണിരിക്കും, പൊങ്ങിയിരിക്കും. അങ്ങനെ കുട്ടികളെ ഫിസിക്സിന്റെ പ്രായോഗിക പാഠങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു എക്സസൈസ് ആയിരുന്നു, ഒരു ഗെയിമാണിത്. പഠിക്കട്ടെ കുട്ടികൾ. സോ നമ്മുടെ ഒരു ചുണക്കൂട്ടൻ വന്നിരിക്കുകയാണ്. എന്തോ മോന്റെ പേര്? അഡ്രിയാൻ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആനമല. പുല്ലാടോ? പുല്ലാടല്ലേ ആനമല? എത്രാം ക്ലാസ്സിലാ? അദ്ദേഹത്തിന്റെ ഫാദർ ആണ്. എന്തോ പേര്? ഷാജി. പുല്ലാടാണോ വീട്? കുമ്പനാടാണ്. ഇവിടെ എങ്ങനെ വരാൻ കാര്യം? ചുമ്മാ ഒന്നേ ഉള്ളോ? ഇവിടെ അവധിക്കാലമല്ലേ? അവധിക്കാലമാണ്. അപ്പൊ അവധിക്കാലത്ത് ഇതുപോലെ പേരൻസ് ഒക്കെ കുട്ടികളെ കൊണ്ടൊക്കെ ചുമ്മാ രസം. ഇടക്കിടക്കൊക്കെ വരുമോ ഇവിടെ? പിന്നെ ഇടയ്ക്ക് ഫാമിലി ആയിട്ടൊക്കെ വരും. നല്ല സ്ഥലം. പിന്നെ മുനിസിപ്പാലിറ്റി ഒന്നുകൂടെ ഉത്സാഹിക്കുകയാണെങ്കിൽ നല്ലൊരു പാർക്കിനെയോ വിനോദസഞ്ചാരമോ നല്ല പ്ലേയേഴ്സിനെ വളർത്തിയ സ്റ്റേഡിയമാണ് കിടക്കുന്നത്. ആണാണ്. ഈയിടെ ഞാൻ സ്റ്റേഡിയത്തെ പറ്റി ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. നല്ല പ്ലേയേഴ്സിനെ, എത്ര പ്ലേയേഴ്സിനെ വളർത്തിയ സ്റ്റേഡിയം ആണെന്നറിയോ? പ്രധാനമന്ത്രി വന്നോണ്ടാവുന്ന ക്ലീൻ ആയി കിട്ടി. രാജി കളി വല്ലതും ഉണ്ടായിരുന്നോ? കളി വല്ലതും ഉണ്ടോ? ഫുട്ബോളോ വല്ലതും കളിക്കുവായിരുന്നു? ഞങ്ങൾ കളിക്കുന്നുണ്ട്. ഇവിടെ കളിച്ചതാ. ഓക്കെ. ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പോട്ടറിയും. മർദ്ദവ കോളേജ് പഠിച്ചാണോ? ഇല്ല. ഓക്കെ, അങ്ങനെ കഥ പോകുന്നു. ഡ്രസ്സാ ഇതുണ്ടോ മൊബൈലിന്റെ? ടാറ്റാ ടാറ്റാ. See you ടാറ്റാ. ബൈ. ട്രെയിനിൽ കയറി പോവുകയാണ്.
ഞങ്ങൾ ഇതിന്റെ മോളിൽ വരഞ്ഞ് കയറാൻ പോണേ. അവിടെ നിർത്താം, ഞങ്ങളെ മോളിൽ കയറി. അപ്പൊ ഇവനെ കിട്ടും, ഇവനെയും കിട്ടുമെന്ന്. സോ ഇതൊരു വലിയ മിലിറ്ററി സ്റ്റൈലിലുള്ള ഒരു പാലമൊക്കെയാണ്. ഇതൊക്കെ കടന്നു പോകണ വലിയ ബുദ്ധിമുട്ടാണ്, നമ്മളെ കൊണ്ട് നോക്കത്തില്ല. പിള്ളേർ സെറ്റൊക്കെ ഉണ്ടാവും, ഒന്ന് കയറിക്കോണം. തിരുവല്ലയിലെ മുനിസിപ്പൽ പാർക്കിൽ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനൊത്തു. ഞാൻ ആദ്യം കയറിയപ്പോൾ പറഞ്ഞു, ഞാൻ 47 വർഷമായിട്ട് തിരുവല്ല ജീവിക്കുന്ന മനുഷ്യനാണ്, ഞാനൊരു പാർക്ക് ചെയ്യാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ നാട്ടുകാരെല്ലാം വരിക, കുട്ടികളെ കൊണ്ടുവരിക. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നല്ല ശുദ്ധമായ ഓക്സിജൻ ശ്വസിച്ച് ഇവിടെ ഓടി നടക്കട്ടെ. എല്ലാ തിരുവല്ലക്കാർക്കും അർത്ഥവത്തായ ഒരു വെക്കേഷൻ ആഘോഷിക്കുവാൻ പ്ലീസ് കം ആൻഡ് എൻജോയ്. ആൻഡ് ദിസ് ഈസ് മാത്യു കോശി signing off at 1:14 PM. Bye bye.